ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ നമ്മുടെ റെജി ലൂക്കോസ് ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് അത് വിശദീകരിക്കേണ്ടത് ഇ.പി. ജയരാജനാണ്, അത് വിശദീകരിക്കേണ്ടത് ജാവ്ദേക്കറാണ്, എനിക്കതിലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ശരി, ഒരു സഹയാത്രികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അതിന് നിർബന്ധിക്കാൻ കഴിയില്ല. പക്ഷേ CPM ഒരു പാനലിസ്റ്റ് വന്നിരുന്ന് പറഞ്ഞാൽ CPM അതിലുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയല്ലേ താങ്കൾ വന്നത് എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. ഇപ്പൊ പ്രകാശ് ജാവ്ദേക്കറിന് വലിയ അടുപ്പമില്ല, അതിനേക്കാൾ കൂടുതൽ അടുപ്പം ഇ.പിക്കാണല്ലോ, നമ്മുടെ മുന്നിൽ തെളിവുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ജാവ്ദേക്കറുമായി അടുപ്പമുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? നമ്മൾ ഇ.പിയെ നിരീക്ഷിക്കുന്നത് പോലെ സ്ഥിരമായി നിരീക്ഷിക്കുന്ന ഒരാളല്ല ജാവ്ദേക്കർ. അദ്ദേഹം കേന്ദ്ര നേതാവാണ്, കേരളത്തിൽ വല്ലപ്പോഴുമേ വരാറുള്ളൂ, അല്ലാതെ അതൊരു ജാഗ്രത കുറവൊന്നുമല്ല. അപ്പോൾ ഈ ബന്ധങ്ങൾ എവിടെയൊക്കെ ഏതളവിൽ എന്നറിയാത്തയിടത്ത് എല്ലാവർക്കും വിശദീകരിക്കാനുള്ള ബാധ്യത തുല്യമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പാർട്ടിയാണ് വിശദീകരിക്കേണ്ടത്, മുഖ്യമന്ത്രി അല്ല ഇതിന് മറുപടി പറയേണ്ടത്, പാർട്ടിയാണ്. കാരണം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു പല നേതാക്കളെക്കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങളും ആരോപണങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുകയാണ്. BJP CPM ഡീൽ എന്ന് കോൺഗ്രസ് ആരോപിച്ച എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അക്കാര്യം പാർട്ടിയാണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ മാധു ഒരു കാര്യം മനസ്സിലാക്കൂ, വ്യക്തിപരമായ കാര്യത്തിന് കുറേ കാലമായിട്ട് പാർട്ടിയെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോൾ CPM അനുഭവിക്കുകയാണ്. കാരണം E.P. ജയരാജൻ P. ജയരാജൻ തർക്കം നമുക്കറിയാമല്ലോ. E.P. ജയരാജൻ്റെ ആ വൈദേഹവുമായി ഒരു മറ്റേ കണ്ണൂരുള്ള വൈദേഹം ആയുർവേദ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ P. ജയരാജൻ ആക്ഷേപം ഉന്നയിച്ചു എന്ന് E.P. ജയരാജൻ ഒരു വാരികയിലൂടെ പരസ്യമായി പുറത്തു കൊണ്ടുവന്നില്ലേ? അതിനുശേഷം ഗോവിന്ദമാഷ് E.P. ജയരാജൻ തമ്മിലുള്ള തർക്കം നമ്മൾ കണ്ടതല്ലേ? അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയും CPMുമാണ് കേരളത്തിൽ മത്സരമെന്ന് E.P. ജയരാജൻ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? അതിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ശരിയെന്ന് E.P. ജയരാജൻ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? അപ്പോൾ ഗോവിന്ദമാഷും പറഞ്ഞിരുന്നു അങ്ങനെ പറയുന്നത് ശരിയല്ല, BJP CPM ബന്ധമല്ല എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദമാഷെ അല്ല അവിടെ E.P. ജയരാജൻ കോട്ട് ചെയ്തത്, മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതിലപ്പുറത്തില്ല. ഇപ്പോഴെന്താ പറയുന്നു? മുഖ്യമന്ത്രിയാണ് വലിയ ആൾ. അങ്ങനെയാണെങ്കിൽ ഇത് മുഖ്യമന്ത്രി പറയട്ടെ എന്തിനാണ് അവർ കണ്ടതെന്ന്. ഇതിന് വേറൊരു വിഷയം എന്താ വെച്ചാൽ കേരളത്തിലെ CPMും BJPയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നത് നാളെ ജനങ്ങൾ വിശ്വസിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇതിലൊരു ഉണ്ടായിട്ടുള്ള ഒരു വലിയ പരിവർത്തനം. അതായത് നാളെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മാത്രമേ CPM ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. കോൺഗ്രസിനെ കുറിച്ച് CPM പറയുന്നത്, കോൺഗ്രസ് BJP ബന്ധമെന്ന് CPM പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം തെളിവുകൾ അപ്പുറത്താണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഗവർണർ ഇന്ന് 5 ബില്ലുകൾ ഒപ്പിട്ടു ഇല്ലേ? ഗവർണർ ഇന്നാണ് 5 ബില്ലുകൾ ഒപ്പിട്ടത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്ന എന്താണ്? ഗവർണർ കേന്ദ്രത്തിൻ്റെ പ്രതിപുരുഷനാണ്, അറിയാമല്ലോ, BJPയുടെ മുൻ നേതാവായിരുന്നു. അപ്പോൾ UDF ആരോപിക്കുന്ന CPM BJP ബന്ധം അതിനുശേഷം അതൊക്കെ ക്ലിയർ ആയതിന് ശേഷമാണോ ഒപ്പിട്ടതെന്ന് നാളെ കോൺഗ്രസ് ആരോപിച്ചാൽ CPM എന്ത് മറുപടി പറയും? BJP എന്ത് മറുപടി പറയും? ഇവിടെ എൻ്റെ സുഹൃത്ത് KVS ഹരിദാസ് പറയുന്നു അത് ജാവ്ദേക്കറാണ് പറയേണ്ടത്. ജാവ്ദേക്കർ പറയണം. എന്താണ് ജാവ്ദേക്കർ പറയേണ്ടത്? ജാവ്ദേക്കർ പറയേണ്ടത് ഞാൻ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ കണ്ടു, ഇന്ന കാര്യത്തിനാണ് കണ്ടത്. വ്യക്തിപരമാണെങ്കിൽ അത്, രാഷ്ട്രീയപരമാണെങ്കിൽ അത് എന്താണെന്ന് പറയണ്ടേ? അത് ഒളിച്ചു വെക്കുന്നത് എന്തിനാണ്? ഇവിടെ കേരളത്തിലെ കോൺഗ്രസിനെതിരെ BJPയും CPMും സംയുക്തമായിട്ടല്ലേ ആക്രമിക്കുന്നത്? അത് സ്വയം പൊളിഞ്ഞു പോയില്ലേ മാധു? ഞാനതാ പറയുന്നത്. KPCC പറയുന്നതാണോ ഈ ജനം വിശ്വസിക്കുക? CPM പറയുന്നതാണോ വിശ്വസിക്കുക? BJP ബന്ധത്തെക്കുറിച്ച് ഇവരാരെയൊക്കെയാണ് ഇപ്പോൾ ചതിച്ചത്? സ്വന്തം പാർട്ടി പ്രവർത്തകരെ ചതിച്ചു, ന്യൂനപക്ഷത്തെ ചതിച്ചു, ജനങ്ങളെ ചതിച്ചു, LDFലെ ഘടകകക്ഷികളെ ചതിച്ചു, LDFലെ CPIയെ ചതിച്ചു. CPI അറിഞ്ഞോ LDF കൺവീനർ ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയത്? BJP എതിർക്കുന്ന LDFൻ്റെ 4 സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിച്ചു. ആ 4 സ്ഥാനാർത്ഥികളുടെ പാർട്ടിയായ CPI അറിഞ്ഞോ അവരുടെ LDFൻ്റെ കൺവീനർ BJPയുടെ നേതാവുമായി ചർച്ച നടത്തിയത്? ആ BJPക്കെതിരെ പോരാടുന്ന ഒരു ഘട്ടത്തിൽ ഈ ചർച്ച പുറത്തു വന്നപ്പോൾ ബിനോയ് വിശ്വം എന്താണ് പറഞ്ഞത്? അയ്യോ അത് അങ്ങനെ പാടില്ലായിരുന്നു. അതാണോ വേണ്ടത്? ബിനോയ് വിശ്വം CPI നാളെ തീരുമാനം പറയണം, LDF കൺവീനറെ മാറ്റണമെന്ന് പറയണം. കാരണം LDF കൺവീനർ BJPയുമായി ചർച്ച നടത്തിയെന്ന് LDF കൺവീനറാണ് പറഞ്ഞത്. ചർച്ച എന്താണെന്ന് നമുക്കറിയില്ല, അത് വേറെ വിഷയം. പക്ഷേ ചർച്ച നടത്തുന്നത് പോയിട്ട് പറഞ്ഞാൽ പോലും വാളെടുക്കുന്ന CPMൻ്റെയും LDFൻ്റെയും നേതാക്കൾ ഇപ്പോഴെന്തിനാ മൗനം പാലിക്കുന്നത്? CPI പറയണം, LDF കൺവീനർ കാണിച്ചത് ശരിയാണെങ്കിൽ ശരിയെന്ന് പറയണം. നിലപാട് എന്താണ്? LDF കൺവീനർ സ്ഥാനത്ത് E.P. ജയരാജൻ തുടരുന്നതിന്റെ ധാർമ്മികത തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ ചോദ്യങ്ങളായി വരുന്നുണ്ട്. എന്തായാലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയം ഗൗരവമായി 2 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്യും എന്നാണ് നമ്മൾ അറിയുകയും ചെയ്യുന്നത്.